ഈ ലോകത്തെ പ്രശസ്തരായ വ്യക്തികളെല്ലാം സംസാരിക്കുമ്പോൾ കേട്ടിരിക്കാൻ തോന്നുന്നത് അവർ മറ്റാരെയും അനുകരിക്കാതെ സ്വന്തം ശൈലിയിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ നമ്മളൊക്കെ ഇത്തരത്തിൽ വ്യത്യസ്തമായി സ്വന്തം ശൈലിയിൽ സംസാരിക്കാൻ പേടിക്കുന്നവരാണ്. ചാപ്മാൻ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സർവേ അനുസരിച്ച് ഭൂരിഭാഗം ആളുകൾക്കുമുള്ള ഒരു പൊതുവായ ഭയം പൊതുവേദിയിൽ സംസാരിക്കുക എന്നതാണ്. നിങ്ങളിൽ ചിലർക്കെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയം ക്ലാസ്സിൽ വെച്ച് ടീച്ചർ ഒരു പാഠഭാഗമൊക്കെ ഉറക്കെ വായിക്കാൻ പറയുമ്പോൾ ആകെ പേടിച്ചു വിറച്ച് തപ്പിത്തടഞ്ഞ് വായിച്ച് നാണം കെട്ടൊരു അനുഭവം ഉണ്ടാകും. പക്ഷേ ഈ ഒരു സംഭവത്തെ ആഴത്തിൽ വിശകലനം ചെയ്താൽ അത് ആളുകൾക്ക് മുൻപിൽ സംസാരിക്കാനുള്ള പേടിയല്ല, മറിച്ച് മറ്റുള്ളവർ നമ്മെപ്പറ്റി എന്ത് വിചാരിക്കും, എല്ലാവരും നമ്മെ തന്നെ ശ്രദ്ധിക്കുന്നു എന്നൊക്കെയുള്ള ആശങ്കയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും ആളുകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവരെല്ലാം എന്നെ തന്നെ നോക്കും, ഞാൻ ചെയ്യുന്നതെല്ലാം വിലയിരുത്തും, എനിക്കെന്തെങ്കിലും തെറ്റുപറ്റിയാൽ എല്ലാവരുടെയും മുൻപിൽ നാണം കെടുമെന്നൊരു ഭയമാണ് ഇവിടെ നമുക്ക് തോന്നുന്നത്. അവരൊക്കെ എന്നെ ഒന്നും അറിയാത്തവനായി കണ്ട് കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കും. ആളുകളെല്ലാം നമ്മെ അങ്ങനെയാണ് ഉറ്റുനോക്കുന്നത് എന്ന ഈ തോന്നൽ നമ്മുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കി ഒരുതരം അപകർഷതാ ബോധവും ചമ്മലുമൊക്കെ ഉണ്ടാക്കും. ബി ഒതന്റിക്. അതുകൊണ്ട് നല്ലപോലെ സംസാരിക്കാനുള്ള ആദ്യ പടി ഒതന്റിക് ആകാൻ ശ്രമിക്കലാണ്. നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനായി ഏറ്റവും ആദ്യം നിങ്ങൾക്ക് നിങ്ങളെ സ്വയം അംഗീകരിക്കാൻ കഴിയണം. നിങ്ങൾക്കുള്ള അപകർഷതാ ബോധവും കുറവുകളും എല്ലാം ഒളിച്ചു വയ്ക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക. കാരണം അങ്ങനെ അവ മറച്ചുപിടിക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് അത് എളുപ്പം മനസ്സിലാകും. അവർ അതുതന്നെ നമ്മുടെ കുറവായി ചൂണ്ടിക്കാട്ടി കളിയാക്കാനും തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾക്കുള്ള കുറവുകളും മറ്റും മടികൂടാതെ സമ്മതിക്കുക. അത് ഉയരക്കുറവാകട്ടെ, മുടിയുടെ പ്രശ്നമാകട്ടെ, അങ്ങനെ എന്തുമാവട്ടെ, അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അവയെക്കുറിച്ച് മാത്രം സംസാരിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ സ്വന്തം വ്യത്യസ്തതകളെ അംഗീകരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ്, ഇത് എന്റെ വ്യക്തിത്വമാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന പോലെയാണ്. മുൻപിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള നിങ്ങളെ ഇഷ്ടമായാൽ വളരെ നല്ല കാര്യം. അവർക്ക് നിങ്ങളെ ഇഷ്ടമായില്ലെങ്കിലും അത് അവരുടെ മാത്രം പ്രശ്നമാണ്, അല്ലാതെ നിങ്ങളുടെ കുഴപ്പമല്ല. ഒതന്റിസിറ്റിയെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയെ പറ്റി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിർഭാഗ്യവശാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷണം നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. ഇതിനായി ടേം ലൈഫ് ഇൻഷുറൻസ് ഉപയോഗിച്ച് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനും നമ്മുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാനും സാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയായതുകൊണ്ട് തന്നെ ഒതന്റിക് ആയ ഒരു ടേം ലൈഫ് ഇൻഷുറൻസ് ചൂസ് ചെയ്യുക എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് പോളിസി ബസാറിന്റെ ടേം ലൈഫ് ഇൻഷുറൻസ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ടേം ലൈഫ് ഇൻഷുറൻസ് എന്നത് പോളിസി ഹോൾഡർക്ക് ഒരു നിശ്ചിത ടേമിലേക്ക് കവറേജ് നൽകുന്ന ഒരു തരം ഇൻഷുറൻസ് പോളിസിയാണ്. ഇൻഷുറൻസ് സജീവമായിരുന്ന കാലയളവിൽ പോളിസി ഹോൾഡർ നിർഭാഗ്യകരമായി എന്തെങ്കിലും നേരിടുകയാണെങ്കിൽ ഇൻഷുർ ചെയ്ത പോളിസി ഉടമയുടെ നോമിനികൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. പോളിസി ബസാറിന്റെ ടേം ലൈഫ് ഇൻഷുറൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ അഭാവത്തിൽ പോലും നിങ്ങളുടെ കുടുംബം സാമ്പത്തികമായി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ കഴിയും. ഏതൊരാൾക്കും താങ്ങാനാകുന്ന രീതിയിൽ വളരെ കുറഞ്ഞ പ്രതിമാസ ചെലവിലാണ് പോളിസി ബസാർ തങ്ങളുടെ ടേം ലൈഫ് ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നത്. നിങ്ങളുടെ വാർഷിക ശമ്പളത്തിന്റെ 20 മടങ്ങ് ഉയർന്ന കവറേജ് തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. ഉദാഹരണത്തിന് നിങ്ങളുടെ വാർഷിക ശമ്പളം 5 ലക്ഷം ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ കവർ 1 കോടിയായിരിക്കണം. പോളിസി ബസാറിന്റെ 1 കോടി പ്ലാൻ നിങ്ങൾക്ക് പ്രതിമാസം വെറും 490 രൂപ മുതൽ ലഭിക്കുന്നതാണ്. മാത്രമല്ല പോളിസി ബസാർ 10% ഓൺലൈൻ കിഴിവ് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾക്ക് 50 വ്യത്യസ്ത ഇൻഷുറർമാരിൽ നിന്ന് താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഉചിതമായി തോന്നുന്ന പ്ലാൻ വാങ്ങാൻ കഴിയും. 24/7 ക്ലെയിം സഹായവും ലഭിക്കുന്നതാണ്. കൂടാതെ സഹായത്തിനായി നിങ്ങൾ ഇൻഷുററുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമേ കവറേജ് 80 വയസ്സ് വരെ ലഭ്യമാണ്. കൂടാതെ ഒരു ടേം പ്ലാൻ റൈഡർ ആഡ് ചെയ്യുന്നതിലൂടെ 59 വ്യത്യസ്ത രോഗങ്ങൾക്കും വിവിധ ആക്സിഡന്റൽ കവറേജസും ലഭിക്കുന്നതാണ്. കൂടാതെ അണ്ടർ സെക്ഷൻ 80C-യിൽ നിങ്ങൾക്ക് നിരവധി ടാക്സ് ബെനിഫിറ്റ്സും ലഭിക്കുന്നതാണ്. നാളെ എന്താണ് സംഭവിക്കുക എന്നത് നമുക്കറിയില്ല, പക്ഷേ അതിനായി നമുക്ക് തയ്യാറാകാം. നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാണെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. പോളിസി ബസാർ ഒരു ഓൺലൈൻ പോർട്ടൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയവും എനർജിയും വേസ്റ്റ് ചെയ്ത് എവിടെയും അലയേണ്ട ആവശ്യം വരുന്നില്ല. ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്ന് തന്നെ അനുയോജ്യമായ പ്ലാൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. നോ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. ഇത് വിശദീകരിക്കാനായി ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ജ്യൂസ് പുറത്തെ കടയിൽ നിന്ന് വാങ്ങുന്ന ജ്യൂസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. വീട്ടിലുണ്ടാക്കുന്ന ജ്യൂസ് ചിലപ്പോൾ കട്ടി കൂടിപ്പോകും, അതിൽ പഴത്തിന്റെ കുരുവും ഉണ്ടാകും. അത് കുടിക്കുമ്പോൾ തന്നെ അത് എത്ര ഫ്രഷ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ജ്യൂസ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ പുറത്തു നിന്ന് വാങ്ങുന്ന ബോട്ടിൽ ജ്യൂസ് ഒരു സിപ്പ് കുടിക്കുമ്പോൾ തന്നെ അത് വെറും പഞ്ചസാര വെള്ളമാണെന്ന് വേഗം മനസ്സിലാകും. അത് കൂടുതൽ കുടിച്ചാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യും. ഇതുപോലെ നിങ്ങളൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾക്കതിനെപ്പറ്റി ശരിക്കും അറിവുണ്ടോ അതോ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുകയാണോ എന്ന് കേൾക്കുന്നവർക്ക് വേഗം മനസ്സിലാകും. നിങ്ങൾക്ക് ഈ വിഷയത്തെപ്പറ്റി ഗഹനമായ അറിവൊന്നുമില്ലെന്നും വെറുതെ കാണാതെ പഠിച്ചു പറയുകയാണെന്നും അവർക്ക് തോന്നും. ബോട്ടിലിലുള്ള ജ്യൂസ് കുടിച്ച ഉടനെ അത് യഥാർത്ഥ ഫ്രഷ് ജ്യൂസ് അല്ല എന്ന് നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന പോലെ ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ കാര്യമായി പിടിപാടില്ലാതെ സംസാരിക്കുമ്പോൾ ഇയാൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന വസ്തുത കേൾക്കുന്നവർക്ക് വേഗം മനസ്സിലാകും. ലെറ്റ് ദ ബിഗിനേഴ്സ് അപ്രീഷിയേറ്റ് യുവർ സ്പീച്ച്. ചില ആളുകൾ സംസാരിക്കുമ്പോൾ എല്ലാം തന്നെ വളരെ വേഗത്തിൽ പറഞ്ഞു തീർക്കും. അപ്പോൾ നമുക്ക് തോന്നും അവർക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിയുന്നത് കൊണ്ടാകും ഇത്ര വേഗത്തിൽ എല്ലാം പറഞ്ഞു തീർക്കുന്നത് എന്ന്.
പക്ഷെ ശരിക്കും ഒരു നല്ല പ്രാസംഗികൻ ധൃതി പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കില്ല. പകരം കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുന്നതാണ് നല്ല പ്രാസംഗികന്റെ ലക്ഷണം. അതുകൊണ്ട് വെപ്രാളം പിടിച്ച് വേഗത്തിൽ സംസാരിക്കാതെ കുറച്ച് പതുക്കെ ശാന്തമായി സംസാരിച്ച് ശീലിക്കുക. പ്രധാനപ്പെട്ട ഓരോ കാര്യവും പറഞ്ഞ ശേഷം കുറച്ചു നേരം മൗനം പാലിക്കുക. ഇതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ആദ്യത്തേത്, നാം നമ്മുടെ വാക്കുകളെല്ലാം വ്യക്തമായി പൂർത്തിയാക്കുന്നു. ധൃതി പിടിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു വ്യക്തത കിട്ടില്ല. പല വാക്കുകളും വിഴുങ്ങും. ഇതൊരിക്കലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല. പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് ഇത് ആശയക്കുഴപ്പമുണ്ടാക്കും. അവർക്ക് നമ്മൾ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് സംസാരം സാവധാനത്തിലാക്കുക. പിന്നെ ഇത്തരത്തിൽ നിർത്തി സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ഓർമ്മയിൽ വെക്കാൻ വേണ്ട സമയം കിട്ടും. കീപ് യുവർ ഐസ് റിലാക്സ്ഡ്. ഒരു നല്ല പ്രാസംഗികന്റെ കണ്ണുകൾ രാത്രി നിങ്ങളുടെ മുൻപിലോടുന്ന ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പോലെ നല്ലൊരു വഴികാട്ടിയായിരിക്കും. അതിനെ പിന്തുടർന്നുകൊണ്ട് അവർ എവിടെയാണോ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് അനായാസം എത്തിച്ചേരാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ ശരിക്കും സംസാരിക്കാൻ അറിയാത്ത ഒരാളുടെ കണ്ണുകൾ കേടായ ഹെഡ്ലൈറ്റ് പോലെയാണ്. നിങ്ങൾക്കത് പിന്തുടർന്ന് പോലും പോകാൻ പറ്റില്ല. അയാൾ ശരിക്കും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ സംശയം തോന്നുകയും ചെയ്യും. മുൻപിലുള്ള ആളുകളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാതെ അവിടെയും ഇവിടെയുമൊക്കെ നോക്കി സംസാരിക്കുന്നത് ഒരു മോശം പ്രാസംഗികന്റെ ലക്ഷണമാണ്. പേടി കാരണം അവരുടെ കണ്ണുകൾ ആവശ്യത്തിലധികം തുറന്ന് തുറിച്ച പോലെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളെ റിലാക്സ് ആക്കി വെച്ചുകൊണ്ട് ആളുകളുടെ വിശ്വാസം നേടുക. അങ്ങനെ അവർക്ക് നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കാൻ പറ്റും. സ്പീക്ക് ലൗഡർ. പലപ്പോഴും പറയുന്ന കാര്യത്തിൽ ആത്മവിശ്വാസം ഇല്ലാത്ത ആളുകൾ പതിഞ്ഞ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. തൊട്ട് മുൻപിലിരിക്കുന്ന ആൾക്കല്ലാതെ ചുറ്റുമുള്ള ആർക്കും തന്നെ അവർ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. ഇതാരും അവരെ കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇതൊരു മോശം പ്രാസംഗികന്റെ ലക്ഷണമാണ്. ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. നിങ്ങളുടെ ശബ്ദം ഉച്ചത്തിലുള്ളതും ശക്തിയുള്ളതുമായാലേ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ അത് പതിയുകയുള്ളൂ. അതുകൊണ്ട് പേടി കൂടാതെ ആത്മവിശ്വാസത്തോടെ ഉറച്ച സ്വരത്തിൽ ഉറക്കെ സംസാരിക്കുക. പെയിന്റ് പിക്ചേഴ്സ് ഇൻ വേർഡ്സ്. ഒരു സാധാരണ പ്രസംഗം എപ്പോഴും 2 ഡയമെൻഷനിലായിരിക്കും. പറയുന്ന കഥയുടെ ദൈർഘ്യവും അതിന്റെ പശ്ചാത്തലവും നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ഇത്തരത്തിലുള്ള കഥയിൽ ഒട്ടും കാതലുണ്ടാകില്ല. അതിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അനുഭവിച്ചറിയാൻ കഴിയില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കേൾക്കുന്നവരുടെ മനസ്സിൽ നടന്ന സംഭവം വരച്ചു കാട്ടാൻ കഴിയണം. നിങ്ങളുടെ നാവ് ചിത്രം വരയ്ക്കുന്ന ഒരു ബ്രഷാണെന്ന് കരുതുക. നിങ്ങളെ കേൾക്കുന്ന ആളുകളുടെ തലച്ചോറ് ഒരു വെള്ള കടലാസ് പോലെയാണ്. അവിടെ നിങ്ങൾക്ക് ഈ ബ്രഷ് കൊണ്ട് ഇഷ്ടമുള്ള ചിത്രം വരച്ചു ചേർക്കാം. നമ്മൾ പ്രയോഗിക്കുന്ന പല വാക്കുകളും കേൾവിക്കാരുടെ മനസ്സിൽ വെറും വാക്കുകളായി മാത്രമേ കടന്നു ചെല്ലൂ. പക്ഷേ ചില വാക്കുകൾ കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ വ്യക്തമായൊരു ചിത്രം തെളിഞ്ഞു വരും. ഇത്തരം വാക്കുകളെ മെറ്റാഫോർസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാവ് ഒരു പെയിന്റ് ബ്രഷും കേൾക്കുന്ന ആളുടെ തലച്ചോറ് ഒരു വെള്ളക്കടലാസമാണെന്ന് പറഞ്ഞ് ഇത്തരം ഒരു മെറ്റാഫോറാണ്. ഇങ്ങനെയൊരു മെറ്റാഫോർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ പ്രസംഗം കൂടുതൽ മനോഹരമാകും. നിങ്ങളുടെ പ്രസംഗം കൂടുതൽ മനോഹരവും ആസ്വാദികരവുമായി തീരും. ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ആശയവിനിമയത്തെപ്പറ്റി ഒരു പുതിയ കാര്യം പഠിക്കാൻ പറ്റിയെന്ന് കരുതുന്നു. പിന്നെ നിങ്ങളൊരു മോശം പ്രാസംഗികനാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ സംസാരം നിങ്ങൾക്ക് സ്വയം പരിശീലനത്തിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് ഓർക്കുക. അങ്ങനെ നിങ്ങൾക്ക് വ്യക്തതയോടെ സംസാരിക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.